ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെങ്ങനെ ഒരു മാൽവെയർ ഉണ്ടാക്കാം, എന്നിട്ട് ആ മാൽവെയർ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അതിൽ മാൽവെയറൊക്കെ ഉണ്ടോ എന്ന് ഒരു ഫയലിൽ മാൽവെയറൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം അങ്ങനെ നോക്കാൻ പോണേ. ഓക്കെ. അപ്പോൾ അധികം പറഞ്ഞത് റിപ്പിക്കുന്നില്ല, ഫസ്റ്റ് തന്നെ വീഡിയോ കിടക്കാം. അത് ഇവിടെ കാളി മെഷീൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാളി പോയിട്ട് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത്, MSF വെനം. മെറ്റാസ്പ്ലോയിറ്റ് സെറാമിക്കിൻ്റെ വേറൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. MSF വെനം എന്നടിക്കുക, സ്പേസ് അടിച്ച് -P എന്നുള്ളത് നമ്മൾ ഏത് പേലോഡാണ് എടുക്കാൻ പോണേന്ന്. പേലോഡുകളൊക്കെ ഏതൊക്കെ തരം പേലോഡുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മെറ്റാസ്പ്ലോയിറ്റിൽ പോയി കഴിഞ്ഞാൽ സംഭവം കിട്ടും. അതിൻ്റെ ഒരു വീഡിയോ ഞാനിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളത് നോക്കി ചെയ്തു അങ്ങനെ ഇഷ്ടമുള്ള പേലോഡ് സെലക്ട് ചെയ്യാമെന്ന്. ഓക്കെ, ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് വിൻഡോസ് റിവേഴ്സ് ഷെല്ലാണ്. TCP ഇതാണ് ഇപ്പോൾ നമ്മുടെ പേലോഡ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ IP അഡ്രസ്സാണ്, ലോക്കൽ ഹോസ്റ്റ്. ഏത് ഇത് വെച്ചാണോ നമ്മൾ ഈ പേലോഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ പോണേ, ഏതായിരിക്കും ലോക്കൽ ഹോസ്റ്റ്, ഏതിലാണ് നമ്മൾ അറ്റാക്ക് ചെയ്യണേ. അറ്റാക്ക് ആണ് മെഷീൻ്റെ IP അഡ്രസ്സാണ് ഇവിടെ കൊടുക്കണ്ടേ. അപ്പം നമുക്ക് IP അഡ്രസ്സ് വേണം. നമ്മൾ IP എടുത്തു 0.5. ഓക്കെ, പിന്നെ നമ്മൾ ഏത് പോർട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ പേലോഡ് ഷെയർ ചെയ്യണം, പേലോഡ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, അത് തിരിച്ച് കണക്ട് ചെയ്യേണ്ടത്. അറ്റാക്ക് മെഷീൻ മറ്റേ വിക്ടിം മെഷീനിന് നമ്മുടെ ഈ അറ്റാക്ക് മെഷീനൊക്കെ എങ്ങനെ തിരിച്ച് കണക്ട് ചെയ്യണം, ആ പോർട്ടാണിത്. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാൻ കൊടുക്കുന്നത് ഇനിയുള്ളത് -F എന്നുള്ളത് ഏത് ഫോർമാറ്റാണ്. അടിച്ചു ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുത്ത് നമുക്ക് ഏത് പേരിലാണ് ഈ നമ്മുടെ പേരോട് പുറത്തിറക്കി കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഒരു പേര് കൊടുക്കാൻ പോവാണ്. എന്ത് പേര് കൊടുക്കും? സോക്കു .txt. അപ്പോൾ ഞാൻ സോക്കു മാലു.txt എന്ന് പറഞ്ഞൊരു പേരിലാണ് ഇത് ഇറക്കാൻ പോകുന്നത്. എൻ്റർ അടിച്ചു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സംഭവം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പേലോഡ് സൈസ് 324 ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു പേലോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര സൈറ്റിലുള്ളത് എല്ലാം അടിച്ച് നോക്കുക. എവിടെ ഇത് സോക്കോ മാൽവെയർ.txt ഇതിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫയർഫോക്സിൽ, അതായത് നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് virus.tl എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് സംഭവം ചെക്ക് ചെയ്യാം. ഇതിൽ ചൂസ് ഫയൽ കൊടുത്തു. നമ്മുടെ ഫയർ മാൽവെയർ അവിടെ ഇതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്തു കൺഫേം അപ്ലോഡ് കൊടുത്തു. ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫയലിനെ. ഓക്കെ, ഇത് കുറേ കുഴപ്പങ്ങളുണ്ട്, കുറേ മാൽവെയറുകളും ത്രോജനൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ടാക്കിയ പേലോഡിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. ശരി.